കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അല്പം സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരിവും പുളിയും ഒക്കെ ചേർന്ന് വെളിച്ചെണ്ണയിലും തക്കാളിയും ഒക്കെ ചേർത്ത് അടിപൊളി ഒരു മീൻകറി വറ്റിച്ചെടുക്കാം. ചപ്പാത്തിയുടെയും കപ്പയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ. ഞാനിവിടെ കപ്പയുടെ കൂടെയാണ് ഇത് കഴിച്ചത്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. അടിപൊളി ടേസ്റ്റിലുള്ളൊരു മീൻ വറ്റിച്ചതാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ. ഇനി കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു നുള്ള് ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒന്ന് ചൂടായപ്പോൾ കുറച്ചധികം ചെറിയുള്ളി ചതച്ചെടുത്തു, കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് എണ്ണയിലൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. കുറച്ചധികം വെളിച്ചെണ്ണയൊക്കെ ചേർത്താൽ നല്ലൊരു സ്വാദാണ് കേട്ടോ. കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ടവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. കൊളസ്ട്രോളൊക്കെ നോക്കണ്ടേ. എണ്ണ തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണ്, കുറച്ച് നീളത്തിൽ കീറിയിട്ടത്. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഇതും നമുക്ക് ചതച്ച് ചേർക്കാം. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 2 വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് കേട്ടോ. അതാണ് ഇങ്ങനെ കളറ് കിട്ടിയിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയൊന്നും അധികം വേണ്ട കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയാൽ മതി. വളരെ സിമ്മിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചട്ടി പഴുത്തിരിക്കല്ലേ. അത്യാവശ്യം ഒന്ന് മൂത്തു, പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഴുത്ത തക്കാളി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നല്ല പഴുത്തതാവുമ്പോൾ നല്ലൊരു കളറും പെട്ടെന്ന് ഗ്രേവി ഒന്ന് കുറുകി വരാനൊക്കെ എളുപ്പമാണ്. പച്ചത്തക്കാളി ആകുമ്പോൾ അത്രയ്ക്ക് വരില്ലല്ലോ. നന്നായി പഴുത്ത തക്കാളിയാണ്. 2 വലുത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്തു. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചു. പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഈ തക്കാളി ഒന്ന് വഴന്ന് വരണം ഈ മസാലയിൽ കിടന്നിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ഒരല്പം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ. അതിൻ്റെ ജ്യൂസ് കുതിർത്തെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. തക്കാളിക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല പുളി തന്നെയാണ് കേട്ടോ അതിലേക്ക് ചേർത്തത്. അതും കൂടി ചേർത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചു, എന്നാൽ എണ്ണയൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് തിളച്ചു. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. നല്ല ഉടയാത്ത കഷ്ണങ്ങളായതുകൊണ്ടാണ് ഞാനിത് കയ്യിലിട്ട് ഇളക്കിയിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോവില്ലേ. ചട്ടി വെച്ച് ഇളക്കിയാൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചു. പുളിയും എരിവും ഉപ്പും എല്ലാം ഒന്ന് അതിലേക്ക് പിടിച്ച് വരണം. എണ്ണ ഒരല്പം തെളിഞ്ഞ് നിൽക്കുന്നു കണ്ടില്ലേ. കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇങ്ങനെ തിളയ്ക്കുകയാണ് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്തു ഒന്ന് കുറുകി വറ്റി വരികയാണ്. നന്നായി തെളിഞ്ഞു. തക്കാളിയും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇതേപോലെ ക്ഷമയോടെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലാണ് നല്ല രുചി ഉണ്ടാവുക. എല്ലാവർക്കും മീൻകറി വെക്കാൻ അറിയാം. എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണേ.